കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. ഞാൻ പാസ്റ്റർ അനിയൻ സാമുവൽ ന്യൂഡൽഹി. പരസ്യയോഗ ശുശ്രൂഷ ദൈവികമോ, അത് വേദപുസ്തക അനുസരണമാണോ അല്ലയോ? യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ആ വിഷയത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള മാതൃകകൾ എന്തെല്ലാമാണ് എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള ചില വിശകലനങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ സുവിശേഷകന്റെ മകനായിട്ടാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ടിരുന്നത് എൻ്റെ പിതാവ്, മാതാവ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്ന് അനേക പരസ്യ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതായിട്ടാണ്. അന്നത്തെ ഒത്തിരി കാലം മുൻപുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. അന്ന് എൻ്റെ പിതാവ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് അന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ സുവിശേഷ പ്രസംഗങ്ങൾ നടത്താറുണ്ടായിരുന്നു. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് അടുത്തുള്ള ഏരിയകളിൽ, അവിടെയുള്ള ഗ്രാമങ്ങളിൽ, ചന്തസ്ഥലങ്ങളിലൊക്കെ പോയി പരസ്യയോഗങ്ങൾ നടത്തും. ആ പരസ്യയോഗത്തിൽ അല്പസമയം ഞാനും പ്രസംഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ശുശ്രൂഷകളെ കുറിച്ചുള്ള ചിന്തയും പ്രസംഗത്തോടുള്ള ഒരു വാഞ്ചയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എൻ്റെ പിതാവിൻ്റെ ആ ഒരു ശുശ്രൂഷ രീതികൾ എൻ്റെ ജീവിതത്തിൽ നടത്തിയ മാറ്റങ്ങൾ വലുതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ശുശ്രൂഷകനാകണമെന്നും ഒരു പ്രഭാഷകനാകണമെന്നും ഒക്കെയുള്ള ചിന്താഗതി, ആശയങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിലേക്ക് ഉടലെടുത്തു. അന്ന് പല സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ പരസ്യങ്ങളൊക്കെ നടത്തുമ്പോൾ പാട്ടൊക്കെ പാടി കഴിയുന്ന സമയത്ത് ധാരാളം ആളുകൾ കടന്നു വരും. അവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അന്നത്തെ സമയത്ത് 250 വാട്ട്സിന്റെ ആംപ്ലിഫയറും ഒരു വലിയ 2 കോളാമ്പികളും 1-2 മൈക്കുകളും ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിച്ചാണ് അന്ന് ആ പരസ്യ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത സമയത്ത് വന്ന ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ദയവായിട്ടൊന്ന് കേൾക്കുക. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് എനിക്ക് അറിയത്തില്ലെങ്കിലും ആ വീഡിയോ ചെറുതായിട്ട് നിങ്ങളൊന്ന് കേൾക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇതിന്റെ കാതലായ വിഷയങ്ങളിലേക്ക് കടന്നു. കവലകൾ തോറും നിന്ന് പ്രസംഗിക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരുപാട് പേരെ അറിയാം. അവർ ജീവിതത്തിന്റെ ആരംഭം മുതൽ അന്ത്യം വരെ ഓടിയിട്ട് ഒരു 5000 പോട്ടപ്പം 1000 അക്രൈസ്തവരെ ക്രിസ്തുവിനെ പോലെ ഒന്നും ചെയ്യാൻ നോക്കുന്നില്ല. പിന്നെ എന്തിനാ ഇവർ മെനക്കെടുന്നത്? ആർക്കും വീഡിയോ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ബൈബിൾ സംബന്ധമായി പരസ്യയോഗത്തിന് വലിയ പ്രാധാന്യതയാണ്. നമ്മള് സുവിശേഷങ്ങൾ പരിശോധിച്ചാലും ലേഖനങ്ങൾ പരിശോധിച്ചാലും ഒക്കെ പരസ്യ ശുശ്രൂഷയ്ക്ക്, പരസ്യമായ പ്രസംഗങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകിയാണ് ബൈബിൾ നമ്മെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് വേഗത്തിൽ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് യേശുക്രിസ്തുവിനെ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്കറിയാം, ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കുള്ള ഒരു യാത്ര, പട്ടണങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്കുള്ള യാത്ര, പരസ്യ സ്ഥലങ്ങളിൽ ചെന്ന് ജനങ്ങളെ കാണുക, അവരുമായിട്ട് സംസാരിക്കുക, പരിചയപ്പെടുക, അവരെ തന്റെ ശിഷ്യന്മാരാകുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ചില ഉദാഹരണങ്ങൾ പറയാം. സെർമൺ ഓൺ ദി മൗണ്ട്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ പറയത്തില്ലേ, ഗിരിപ്രഭാഷണം. എവിടെയാണ് ഗിരിപ്രഭാഷണം നടത്തിയത്? യേശു കർത്താവ് എവിടെയാണ് ഗിരിപ്രഭാഷണം നടത്തിയത്? ഏതെങ്കിലും അടച്ചിട്ട ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു? കെട്ടിയടയ്ക്കപ്പെട്ട ഏതെങ്കിലും വിശാലമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലാണോ യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം നടന്നത്? സാമാന്യ ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം, അതൊരു പരസ്യ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയ കുന്നിൻ ഭാഗമാണ്. അവിടെ ഒരു പക്ഷേ ഒരു കല്ലിന്മേലേക്ക് ഇരുന്ന് യേശു അവിടെ കൂടിയ ജനങ്ങളോട് സംഭാഷിക്കുകയാണ്. മത്തായി 5-6 അധ്യായങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടീച്ചിങ്, ഗിരിപ്രഭാഷണം ഒരു തുറസായ സ്ഥലത്ത്, പരസ്യ സ്ഥലത്താണ് നടന്നത്.
പിന്നെ നമുക്കറിയാം മാർക്കറ്റ് പ്ലേസില്, വില്ലേജുകളിൽ, അതായത് ടൗൺ കവലകളില്, അതുപോലെ ആ, തുടങ്ങിയിട്ടുള്ള ആൾക്കാർ കൂടി വരുന്ന ഇടങ്ങളിൽ, ഒരു 10 പേര് കൂടി വരാൻ സാധ്യതയുള്ള എവിടെയെല്ലാം ഇടമുണ്ടോ അവിടെയൊക്കെ യേശു അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. ജനങ്ങൾ യേശുവിനെ തേടി വന്നു. അപ്പോൾ തന്നെ യേശു ജനങ്ങളെ തേടി ചെല്ലുന്നതായ രീതി, രണ്ട് രീതികളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുകയും, ഗലീല കടൽ തീരത്ത് നടത്തിയ ശുശ്രൂഷകളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം യേശു ക്രിസ്തു കടൽ തീരത്തും അതുപോലെ നദീതീരത്തും പ്രദേശങ്ങളിലെ താഴ്വരകളിലൊക്കെ സഞ്ചരിച്ച് അവിടെയുള്ള ജനത്തോട് സുവിശേഷം അറിയിച്ചു, സംസാരിച്ചു, പ്രസംഗിച്ചു എന്നാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. പട്ടണങ്ങളോട് സഞ്ചരിച്ചുവെന്നും അവിടെ ഉപദേശിച്ചുവെന്നും രോഗികളെ സൗഖ്യമാക്കിയുവെന്നും വേദപുസ്തകത്തിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുന്നു. യേശു കർത്താവ് നിരന്തരമായി യെരുശലേമിൽ നടക്കുന്നതായ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളുമായിരുന്നു. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു എന്ന് കാണാൻ കഴിയുന്നു. യോഹന്നാൻ 7-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 21-ന്റെ 23-ാമത്തെ വാക്യം, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കുക. അപ്പൊ അവിടെ പരസ്യ ശുശ്രൂഷകൾ കർത്താവ് ചെയ്തു. യഥാർത്ഥത്തിൽ എന്താണ് കർത്താവ് ഈ സ്ഥലങ്ങളിൽ ചെന്നിട്ട്, അഥവാ ഈ യെരുശലേം ദേവാലയത്തിൽ ചെന്ന് ചെയ്തെന്നറിയാമോ? അവിടെ ടെമ്പിൾ കോർട്ട്, അതായത് ആലയത്തിന്റെ തുറസായ സ്ഥലങ്ങൾ. അപ്പൊ അവിടെ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന, അഥവാ ആരാധനയ്ക്കും അതുപോലെ പഠനങ്ങൾക്കും അതുപോലെ സംഗമത്തിനും ഒക്കെ ഒന്നിച്ചു കൂടുന്ന കോർട്ടുകൾ, ടെമ്പിൾ കോർട്ടുകളിലാണ് യേശു ചെന്ന് എന്ത് ചെയ്തത്? പ്രസംഗിച്ചതും ഉപദേശിച്ചതുമൊക്കെ. ആലയത്തിന്റെ വിവിധ നിലയിലുള്ള കോർട്ടുകളുണ്ട്. അവിടെ ജാതികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ സ്ഥലം, അല്ലെങ്കിൽ കോർട്ട് ഓഫ് ദി ജെന്റൈൽസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഏരിയ ഒരു പ്രാകാരമായി അല്ലെങ്കിൽ കോർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ ഒന്നിച്ചു കൂടുന്ന പ്രത്യേക സ്ഥലമുണ്ട്. അതുപോലെ ഇസ്രായേൽ ജനത മാത്രം ഒന്നിച്ചു കൂടുന്ന ഇടങ്ങളുണ്ട്, അല്ലെങ്കിൽ യഹൂദ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള കോർട്ടുകൾ. മറ്റൊന്ന് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമുള്ള കോർട്ടുകൾ. അപ്പൊ ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവ് ജാതികളുടെ സ്ഥലം, കോർട്ട് ഓഫ് ദി ജെന്റൈൽസ്, അവിടെ സാധാരണയായിട്ട് ഒന്നിച്ചു കൂടുകയും സുവിശേഷം പറയുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പൊതുസ്ഥലം എന്ന നിലയിൽ എല്ലാവരും കടന്നു വരുന്ന യഹൂദന്മാരും അവിടേക്ക് പ്രവേശിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ യേശു തുറസായ സ്ഥലങ്ങളിൽ ചെന്ന് എന്ത് ചെയ്തു? സുവിശേഷം പങ്കുവച്ചു, രോഗികളെ സൗഖ്യമാക്കി, പ്രസംഗിച്ചു. പൊതുവായിട്ടുള്ള ഇന്ററാക്ഷന് വേണ്ടി കർത്താവ് ഉപയോഗിച്ച സ്ഥലങ്ങളെല്ലാം പൊതുസ്ഥലങ്ങളിലാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പത്രോസ്, അതിനുശേഷം ബാക്കിയുള്ള എല്ലാ അപ്പോസ്തലന്മാരും അവര് പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിച്ചതായിട്ടും അവിടെ രോഗികളെ സൗഖ്യമാക്കിയതായിട്ടും പ്രസംഗിച്ചതായിട്ടും ഒക്കെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങള് പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നോക്കിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെയുള്ള പൗലോസിന്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പല ഇടങ്ങളിൽ പോയി പ്രസംഗിച്ചു. 2-3 ഏറിയ ഞാനെന്ന് പറയാം. നിങ്ങൾ ആ വാക്യം നോക്കണം. കാരണം ഈ പരസ്യ ശുശ്രൂഷ ഏറ്റവും തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ രഹസ്യം എന്ന് പറയുന്നത് തന്നെ. ആത്മീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ വചനങ്ങൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രായവും പക്വതയൊക്കെ ഉള്ള മുതിർന്ന ശുശ്രൂഷകന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് യങ് ജനറേഷനിലേക്ക് കടക്കാനും അവരെ മിസ്ഗൈഡ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് അഥേനയിൽ എത്തിയതായിട്ട് കാണാൻ കഴിയുന്നു. അഥേനയിൽ പൗലോസ് നഗരത്തിലെ അഗോറ, അതായത് പൊതു സ്ഥലങ്ങളിൽ, ചന്തയിൽ, മാർക്കറ്റ് പ്ലേസിലൊക്കെ പോയി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. നിങ്ങള് ആ ഭാഗം നമുക്കറിയാലോ. അതായത് ഈ
അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളാണ് അഥേനയിൽ ചെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ ചരിത്രത്തെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂട് പിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. അവൻ പള്ളിയിലും അതാ ആരാധനാലയത്തിലും അതുപോലെ ചന്തസ്ഥലത്തും ദിനം തോറും കണ്ടവരോടെല്ലാം സംഭാഷിച്ചു പോന്നു, അവരോടൊക്കെ സംസാരിച്ചു വന്നു. അപ്പം ചന്തസ്ഥലത്ത് നടത്തുന്ന സുവിശേഷീകരണം. ഇനി നിങ്ങൾ മുൻപോട്ട് നോക്കിക്കേ. അപ്പൊ അവിടെ എപ്പിക്കൂര്യര്, സ്തോയിക്കര്, തത്വജ്ഞാനികൾ പൗലോസിനോട് വാദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു, തർക്കങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ സുവിശേഷീകരണം, സുവിശേഷം പറയുക എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒന്നല്ല. അത് പൊതുസ്ഥലത്ത് പൊതു ഇടങ്ങളിൽ തന്നെ ചെയ്യുന്ന ഒന്നാണ്. ടബിൽ നിന്നും മീൻ പിടിക്കാൻ ഒരുപക്ഷെ ആൾക്കാർക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. പക്ഷെ നദിയിലേക്ക് പോയി, സമുദ്രത്തിലേക്ക് പോയി നമ്മള് ഈ മീൻ പിടിക്കുക എന്ന് പറയുന്നത് എത്രയോ കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് അത് സാധ്യമല്ല. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല, ചെയ്യിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് അഥേനയിൽ ചെന്നിട്ട് അവിടെ നഗരത്തിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, താഴോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്നു, പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്നു, നിങ്ങളുടെ പൂജാസ്ഥലങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്ന പേരുള്ള എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഇത് ഏത് ഓഡിറ്റോറിയമാണ്? അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം അറിയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തായ സ്ഥലം, പൊതുസ്ഥലം, അവിടെ പൊതുവായ ഒരു ഏറിയ, അത് നമുക്കറിയാം. അഥേന പുരുഷന്മാരോട് സംസാരിക്കുകയാണ്, അരയോപ മധ്യേ നിന്നുകൊണ്ട് സംസാരിക്കുന്ന വിഷയം. അപ്പൊ ഇതൊരു ഓഡിറ്റോറിയം അല്ല, ഒരു പൊതുസ്ഥലമാണ്. അവിടെ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുകയാണ്. അഥേനയിൽ നടത്തിയതായ പൗലോസിന്റെ പ്രസംഗം. അതിനുശേഷം അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 8 മുതൽ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ലിസ്രയിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് മുടന്തനായ ഒരു മനുഷ്യൻ സൗഖ്യമാകുന്നത് കാണാൻ കഴിയുന്നു. അപ്പം ലുസ്രയിൽ പ്രസംഗിക്കുന്നു. പിന്നീട് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന് 13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പിയിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നു. അതെവിടെയാണ്? ഏത് ഓഡിറ്റോറിയമാണ് ഫിലിപ്പിയിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം? നദിക്കര. അവിടെ സിനഗോഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം കടന്നില്ലുകയാണ്. പക്ഷെ അവിടോട്ട് പോകുമ്പോൾ കുറെ ആൾക്കാര് കൂടി നിൽക്കുന്ന സ്ഥലം കാണുന്നു, നദിക്കരയാണ്. പൗലോസ് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിലാണ് ലുദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുന്നത്. അപ്പം ഫിലിപ്പിയിലും അപ്പോസ്തലനായ പൗലോസ് നടത്തിയ പ്രസംഗം ഒരു ഓഡിറ്റോറിയത്തിലുമായിരുന്നില്ല, അടയ്ക്കപ്പെട്ട ഏതെങ്കിലും ചർച്ച് ഹാളിലായിരുന്നില്ല. അദ്ദേഹം റോഡുകളിൽ നിന്നുകൊണ്ട്, കവലകളിൽ നിന്നുകൊണ്ട്, അതായത് നദിയുടെ പുഴവക്കത്ത് നിന്നുകൊണ്ടൊക്കെ പ്രസംഗിക്കുകയാണ്. ഇനി അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് വരൂ. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 9 മുതലുള്ള വാക്യത്തോട്ട് വായിക്കുന്ന സമയത്ത് എഫെസോസിലെ ശുശ്രൂഷകൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിൽ വന്ന് പ്രസംഗിക്കുന്ന വിഷയം. യെരുശലേമിൽ നമുക്ക് ആ വാക്യം നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അപ്പൊ 22-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരുശലേമിൽ അപ്പോസ്തലനായ പൗലോസ് നടത്തുന്ന പ്രസംഗത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം. ഞാനിപ്പോൾ പൊതുവായിട്ട് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
പരസ്യമായി നടത്തുന്ന ശുശ്രൂഷകളിൽ ഒത്തിരി ദൈവപ്രവർത്തികൾ കാണുവാൻ കഴിയുന്ന ആളുകളിൽ ഇടയായിട്ടുള്ള ധാരാളം ആളുകൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തണം. പരസ്യങ്ങളിൽ സംസാരിക്കുന്ന എന്തിനാണ് എന്ന് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് ഇപ്പോൾ നമ്മളെ ഈ പറഞ്ഞ ദേവദാസൻ മാത്രമല്ല, മറ്റു പല ആൾക്കാരും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ പൊതുവേദി എന്ന് പറയുന്നത് എല്ലാവരിലേക്കും സുവിശേഷം എത്താനുള്ള ഒരു സാധ്യതയാണ്. കാരണം യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, അല്ലേ? സഭയിൽ വരുന്നവരെ നമ്മൾ ദൈവവചനം പഠിപ്പിക്കുകയാണ്, എന്നാൽ പുറത്തുള്ളവരോട് സുവിശേഷം ഷെയർ ചെയ്യുകയാണ്. പഴയ നിയമത്തിൽ പോലും പ്രവാചകന്മാർ പൊതുവേദികളിലാണ് അവിടെ പ്രവചന ശുശ്രൂഷകൾ പലപ്പോഴും നടത്തിയിട്ടുള്ളത്. അവര് അനേക ദേശങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുന്നു, അവർക്ക് വേണ്ടി പ്രഭാഷണം നടത്തുന്നതൊക്കെ പൊതുവായി നിന്നുകൊണ്ട്, പൊതുവേദികളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന നമുക്കറിയാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പരസ്യോഹം ഒരിക്കലും പരിഹാസ്യമാക്കരുത്. പരസ്യോഹത്തെ കുറിച്ച് നിന്ദിക്കാൻ പാടില്ല. പിന്നെ ഓരോരുത്തർക്ക് കിട്ടിയ പല പല വരങ്ങൾ ഉണ്ടാകാം. ഒരാൾക്കൊരു ചർച്ച് പാസ്റ്ററായിട്ട്, ഒരു വലിയ സഭയുടെ പാസ്റ്ററായിട്ട് ഇരിക്കാനാണ് വരവെങ്കിൽ അങ്ങനെ ആവട്ടെ. ഒരാൾക്ക് കവലയിൽ പോയി സുവിശേഷം പ്രസംഗിക്കാനാണ് ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ അവർ ചെയ്യട്ടെ. അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ പ്രസംഗിക്കാനും അത് പഠിപ്പിക്കാനും അത് പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് സുവിശേഷം പറയുന്നത് കവലയിൽ പറയുമ്പോൾ അതെല്ലാവർക്കും അരോചകത്വമായി തീരും, ആർക്കും ഒരു പ്രയോജനമില്ലാത്തതാണ് എന്ന് പറയുന്നത് തികച്ചും ദൈവീയമോ വചനത്തിന് അടിസ്ഥാനപ്പെട്ടതോ അല്ല എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. ഈ തെറ്റുകൾ പറ്റുമ്പോൾ, ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ അത് റെക്ടിഫൈ ചെയ്യുക, അതിനെക്കുറിച്ച് പശ്ചാത്താപിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കൺവിക്ഷൻ ഉണ്ടാകുക എന്നൊക്കെയുള്ളത് പരമപ്രധാനമായ വിഷയമാണ്. അങ്ങനെ പലപ്പോഴും പലരും ചെയ്യാറില്ല. ഇപ്പൊ ഞാനിത് പറയുമ്പോഴും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ ഞങ്ങൾ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പൊതുവെ പറയുകയോ അല്ലെങ്കിൽ അതിനൊരു കൺവിക്ഷൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും ഒരു പറ്റം ആൾക്കാർ ഞാൻ സംസാരിക്കുന്നു, സുവിശേഷീകരണം എന്ന് പറയുന്നത് ടപ്പിനകത്തുള്ള മീൻപിടുത്തമല്ല. അത് വിശാലമായി സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോയി വലകൾ വീശിയും ധാരാളം മത്സ്യത്തെ ാണ് സുവിശേഷീകരണം, സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. അതിനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഈ വീഡിയോ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് കുറെ കൂടെ മറ്റുള്ളവരിലേക്ക് എത്തുവാനുള്ള സാധ്യത ഉണ്ടാകുന്നതും സത്യങ്ങൾ മറ്റുള്ളവർ അറിയാനൊക്കെ മുഖാന്തരമായി തീരുന്നു. അതുകൊണ്ട് നിങ്ങളേവരെയും അതിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വെരി